ദേവാലയത്തിൽ വൈദികൻ വരനോട് പറഞ്ഞു, ഈ വിവാഹത്തിന് വധുവിന് സമ്മതമല്ല. കാരണമെന്തെന്ന് വരൻ ചോദിച്ചു. വൈദികൻ പറഞ്ഞ മറുപടി എന്താണെന്ന് വരന് ഇനി ഓർത്തെടുക്കാൻ കഴിയുമോ എന്തോ. കാരണം വരൻ ആ സമയം മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ യാഥാർത്ഥ്യം വരൻ തിരിച്ചറിഞ്ഞു. തന്റെ വിവാഹം നടന്നില്ല. പത്തനംതിട്ട തടിയൂരിൽ തിങ്കളാഴ്ചയാണ് സംഭവം. വിവാഹത്തിനായി വരൻ കൃത്യസമയത്ത് തന്നെ കാറിൽ ദേവാലയ മുറ്റത്തെത്തി. അടിച്ചു പൂസായതിനാൽ വരന് കാറിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. മറ്റുള്ളവരുടെ സഹായത്താൽ ഒരു കണക്കിന് വരൻ കാറിന് പുറത്തിറങ്ങി. പക്ഷേ കാൽ നിലത്ത് ഉറയ്ക്കുന്നില്ല. വരന്റെയും വധുവിന്റെയും മാതാപിതാക്കൾ ഉൾപ്പെടെ വിവാഹത്തിനെത്തിയ സർവമാന പേരും വരന്റെ വിശേഷം അറിഞ്ഞു. കഴുത്തിൽ മിന്നുകെട്ടാൻ വന്നയാളുടെ യഥാർത്ഥ സ്വരൂപം കണ്ട് വധു ഉചിതമായ തീരുമാനം തന്നെ എടുത്തു. ഇയാൾ ഇനി തന്റെ കഴുത്തിൽ മിന്നുകെട്ടേണ്ട. വിവരമറിയിച്ച വൈദികനോട് വരൻ തട്ടിക്കയറി. വധുവിന്റെ വീട്ടുകാരും വിവാഹം നടക്കില്ല എന്നറിയിച്ചു. കോയിപ്പുറം പോലീസ് സ്ഥലത്തെത്തി. മദ്യലഹരിയിൽ പോലീസിനോടും വരൻ തട്ടിക്കയറി. വിവാഹവേഷത്തിൽ തന്നെ വരനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ എത്തിച്ചു. പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് വരനെതിരെ പോലീസ് കേസെടുത്തു. പോലീസ് സാന്നിധ്യത്തിൽ വരന്റെ വീട്ടുകാരും വധുവിന്റെ വീട്ടുകാരും തമ്മിൽ ചർച്ച നടത്തി. 6 ലക്ഷം രൂപ വധുവിന്റെ വീട്ടുകാർക്ക് വരന്റെ വീട്ടുകാർ നഷ്ടപരിഹാരം നൽകാമെന്ന് ധാരണയായി. ഏതാനും ദിവസം മുമ്പാണ് 31കാരൻ വിവാഹത്തിനായി നാട്ടിലെത്തിയത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.